വാർത്തകളിലേക്ക് വീണ്ടും. വിഭജന ഭീകരതാ ദിനം ആചരിക്കണമെന്ന ഗവർണറുടെ ആഹ്വാനം കേരളത്തിലെ സർവകലാശാലകളും കലാലയങ്ങളും തള്ളിക്കളഞ്ഞുവെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. സർവകലാശാലകളെ ശിഥിലീകരിക്കാൻ വിസിമാർ കൂട്ടുനിൽക്കരുതെന്നും മന്ത്രി പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഉന്നതമായ മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മതനിരപേക്ഷതയുടെയും മതേതര സൗഹൃദത്തിന്റെയും ഇടങ്ങളാണ് കേരളത്തിലെ കലാലയങ്ങളെന്ന് യുവജനങ്ങൾ ഒരിക്കൽ കൂടി ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടാകുന്ന സാഹചര്യത്തിൽ അതിനെ പിന്നോട്ട് വലിക്കാനും ക്യാമ്പസുകളെ അശാന്തിയിലേക്ക് നയിക്കാനുമുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇത് പ്രതിരോധിക്കാൻ കേരളത്തിലെ കലാലയങ്ങളും അക്കാദമിക് സമൂഹവും ഒറ്റക്കെട്ടായി നിന്നുവെന്ന് മന്ത്രി പറഞ്ഞു. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലും 250 കോടി രൂപയാണ് കിഫ്ബി പദ്ധതിയിലൂടെ ലാബ് കോംപ്ലക്സുകളുടെ വികസനത്തിനായിട്ട് നൽകിയിട്ടുള്ളത്. അതിനെ പുറകോട്ട് വലിക്കാനും ക്യാമ്പസുകളെ അശാന്തിയുടെ കേന്ദ്രമാക്കി തീർക്കാനും ബോധപൂർവമുള്ള പരിശ്രമങ്ങൾ നടക്കുന്നു എന്ന് കണ്ടുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ കേരളത്തിലെ കലാലയ സമൂഹങ്ങളും സർവകലാശാല അക്കാഡമിക് കമ്മ്യൂണിറ്റിയും ഒറ്റക്കെട്ടായി തന്നെ നിന്നു എന്ന അനുഭവമാണ് കലാപ ആഹ്വാനം തള്ളിക്കളഞ്ഞതിലൂടെ നമ്മുടെ വിദ്യാർത്ഥികൾ ചെയ്തിട്ടുള്ളത്. ഉന്നത വിദ്യാഭ്യാസ മേഖല മികവിന്റെ കേന്ദ്രങ്ങളായി മുന്നോട്ടു പോകുന്ന ഇക്കാലത്ത് ഛിദ്രവാസനകൾ പ്രോത്സാഹിപ്പിക്കുകയല്ല വേണ്ടത്. എല്ലാവരും യോജിച്ചുള്ള പ്രവർത്തനത്തിലേക്കാണ് വരേണ്ടതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. TCV ന്യൂസ്, തൃശൂർ.